അറിയും. ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് ഇ-കൊമേഴ്സും മാർക്കറ്റിംഗുമാണ്. മാർക്കറ്റിംഗ് എന്നുള്ള നമുക്ക് സിലബസിലുള്ള കൺസെപ്റ്റിനേക്കാൾ ഏറെ ഏറ്റവും ആദ്യം തന്നെ ഇ-കൊമേഴ്സ് ആദ്യം തന്നെ എന്താണെന്ന് മനസ്സിലാക്കാം. ഇ-കൊമേഴ്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴാണോ നമ്മൾ ബൈയിങ് ആൻഡ് സെല്ലിങ് എന്നുള്ള ആക്ടിവിറ്റി ഇൻ്റർനെറ്റിൻ്റെ സഹായത്തോടു കൂടി ചെയ്യുന്നത്, അതായത് കമേഴ്ഷ്യൽ ആക്ടിവിറ്റി നമ്മൾ ഇൻ്റർനെറ്റിൻ്റെ സഹായത്തോടു കൂടി ചെയ്യുകയാണെങ്കിൽ അതിനെ നമുക്ക് എന്തെന്ന് പറയാൻ പറ്റും? ഇ-കൊമേഴ്സ് എന്ന് പറയാൻ പറ്റും. സോ ഇറ്റ് സിംപ്ലി റെഫേഴ്സ് ടു സെല്ലിംഗ് ആൻഡ് ബൈയിങ് ഓഫ് ഗുഡ്സ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഇൻ്റർനെറ്റ്. ആൻഡ് ഇ-കൊമേഴ്സിൽ രണ്ട് തരം ആൾക്കാരാണ് മെയിൻലി ഉണ്ടാവുക. ഇ-കൊമേഴ്സിൽ രണ്ട് തരം ആൾക്കാരാണ് മെയിൻലി ഉണ്ടാവുക. ഒന്ന് കൺസ്യൂമർ, മറ്റൊന്ന് ബിസിനസ്. അതുകൂടാതെ ചില സിറ്റുവേഷൻസിൽ മാത്രം നമുക്ക് ഗവൺമെൻറ്റിൻ്റെ ഒരു എന്താ പറയുക ഇൻക്ലൂഷൻ അല്ലെങ്കിൽ ഗവൺമെൻറ്റും കൂടെ അതിൽ ഉണ്ടാവാറുണ്ട്. സോ ദിസ് ഈസ് വാട്ട് ഇ-കൊമേഴ്സ്. എപ്പോഴാണ് ബൈയിങ് ആൻഡ് സെല്ലിങ് ഒരു ഇൻ്റർനെറ്റിൻ്റെ സഹായത്തോടു കൂടി നടക്കുന്നത് അതിനെ നമുക്ക് എന്തെന്ന് പറയാൻ പറ്റും? ഇ-കൊമേഴ്സ് എന്ന് പറയാൻ പറ്റും. ഇനി നമുക്ക് എടുക്കാനായിട്ടുള്ള ടോപ്പിക്കാണ് എന്ത്? ഇ-മാർക്കറ്റിംഗ്. ഇ-മാർക്കറ്റിംഗ് എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ഓൾവേസ് എ പാർട്ട് ഓഫ് ഇ-കൊമേഴ്സ്. ഇ-കൊമേഴ്സിൻ്റെ ഒരു ഭാഗം മാത്രമാണ് എന്ത്? ഇ-മാർക്കറ്റിംഗ്. ഇ-മാർക്കറ്റിംഗ് സിംപ്ലി മീൻസ് മാർക്കറ്റിംഗ് ത്രൂ ദ ഇലക്ട്രോണിക് ഡിവൈസസ് സച്ച് ആസ് ഇൻ്റർനെറ്റ്, കമ്പ്യൂട്ടർ, TV, digital medium such as email, web, wireless media and so on. സോ ഈ മാർക്കറ്റിംഗ് എന്ന് വെച്ചാൽ എന്തേ ഉള്ളൂ? എപ്പോഴാണോ മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസ് ഒരു ഓർഗനൈസേഷൻ മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസ് ഇലക്ട്രോണിക് മെത്തേഡ്സ് ത്രൂ അല്ലെങ്കിൽ ഡിവൈസസ് ത്രൂ, അതായത് കമ്പ്യൂട്ടറോ ഇൻ്റർനെറ്റോ TVയോ ഡിജിറ്റൽ മീഡിയം ഏതോ ആയിരിക്കട്ടെ, അത് മുഖാന്തരം നമ്മൾ ഇത്തരത്തിലുള്ള മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്തെന്ന് പറയാൻ പറ്റും? ഇ-മാർക്കറ്റിംഗ് എന്ന് പറയാൻ പറ്റും. സോ ഇറ്റ് ഈസ് അച്ചീവിങ് മാർക്കറ്റിംഗ് ഒബ്ജക്റ്റീവ്സ് ത്രൂ ദി യൂസ് ഓഫ് ഇലക്ട്രോണിക് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി. ഇലക്ട്രോണിക് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി വെച്ചുകൊണ്ട് നമ്മുടെ മാർക്കറ്റിങ്ങിൻ്റെ ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ മാർക്കറ്റിംഗ് ഒബ്ജക്റ്റീവ്സ്, മാർക്കറ്റിങ്ങിൻ്റെ എയിംസ് നമ്മൾ സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ എന്തെന്ന് പറയാൻ പറ്റും? നമുക്ക് ഇ-മാർക്കറ്റിംഗ് എന്ന് പറയാൻ പറ്റും. സോ വാട്ട് ഈസ് ദ നേച്ചർ ഓഫ് ഇറ്റ്? ഇറ്റ് ഈസ് എ പ്രോസസ്. ഏറ്റവും ആദ്യം തന്നെ ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് വാട്ട്? ഐഡൻറ്റിഫൈയിങ്, ആൻറ്റിസിപ്പേറ്റിംഗ് ആൻഡ് സാറ്റിസ്ഫൈയിങ് കസ്റ്റമർ നീഡ്സ് ത്രൂ ഇലക്ട്രോണിക് മീൻസ്. ഒരു മാർക്കറ്റിംഗ് ആക്ടിവിറ്റിയിൽ എപ്പോഴാണോ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത്, എന്ത് ചെയ്യേണ്ടി വരും, എങ്ങനെ കസ്റ്റമറിനെ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റും എന്നുള്ളതൊക്കെ ഇലക്ട്രോണിക് മീൻസ് ത്രൂ തന്നെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത് ആൻറ്റിസിപ്പേറ്റ് ചെയ്തിട്ട് സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ അതിന് നമുക്ക് എന്ത് പറയാൻ പറ്റും? ഈ മാർക്കറ്റിംഗ് എന്ന് ഒരു ഫീച്ചറായിട്ട് പറയാൻ പറ്റും. സോ ഇറ്റ് ഇൻക്ലൂഡ്സ് ഇൻ്റർനെറ്റ് മാർക്കറ്റിംഗ് ആൻഡ് സെർച്ച് എഞ്ചിൻ മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസ്. അതായത് നമുക്ക് ടെലി ഷോപ്പിംഗ് ആയിരിക്കാം, ഇമെയിൽ മാർക്കറ്റിംഗ് ആയിരിക്കാം, വൈറൽ മാർക്കറ്റിംഗ് ആയിരിക്കും. ഇതൊക്കെ എന്തുതന്നെയാണ് ഇതിൻ്റെ ആക്ടിവിറ്റീസായിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റും. സോ ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് കീപ്പിംഗ് ക്ലോസ് ടു ദ കസ്റ്റമേഴ്സ്, forming relationship with them and keeping them happy through electronic means. നമ്മൾ എങ്ങനെയാണ് ഇവരുമായിട്ടുള്ള റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക? വിത്ത് മേക്കിംഗ് ത്രൂ ഔട്ട് എന്താ പറയുക, ഒരു മെയിൽ ത്രൂവോ SMS ത്രൂവോ നമ്മൾ എന്ത് ചെയ്യാണ്? നമ്മൾ ത്രൂ ഔട്ട് കസ്റ്റമറുമായിട്ട് നല്ല റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക വിത്ത് ദ ഹെൽപ്പ് ഓഫ് വാട്ട്? ഇലക്ട്രോണിക് മീൻസ്. ആൻഡ് in reality, e-marketing integrates online and offline activities also. It does not mean that online activities മാത്രമാണ് നമുക്ക് ഇ-മാർക്കറ്റിംഗ് എന്ന് പറയാൻ സാധിക്കില്ല. ഐ ടോൾഡ് യു SMS എന്നുള്ള ആസ്പെക്റ്റ് അല്ലാതെ കഴിഞ്ഞാൽ വേറെ ഏതെങ്കിലും ഒരു കൺസെപ്റ്റ് ആയാൽ കൂടെ തന്നെ നമുക്ക് എന്തെന്ന് പറയാൻ പറ്റും? ഓൺലൈൻ ആക്ടിവിറ്റീസിൻ്റെ ഒപ്പം തന്നെ ഓഫ്ലൈൻ ആക്ടിവിറ്റീസിനും എന്തിൻ്റെ റിക്വയർമെൻ്റ് ഉണ്ട്? ഈ മാർക്കറ്റിങ്ങിൽ റിക്വയർമെൻ്റ് ഉണ്ട്. പിന്നെ വേണ്ട, ഇറ്റ് ഈസ് എൻ എക്സ്റ്റെൻഷൻ ഓഫ് ഡയറക്റ്റ് മാർക്കറ്റിംഗ്. ഡയറക്റ്റ് മാർക്കറ്റിങ്ങിൻ്റെ ഒരു എക്സ്റ്റെൻഡഡ് വേർഷനാണ് എന്ത്? നമ്മുടെ ഇ-മാർക്കറ്റിംഗ്. ഇറ്റ് ഈസ് ഹൈലി ഇൻട്രാക്റ്റീവ് ഇൻ നേച്ചർ ഓൾസോ. നമ്മൾ സാധാരണഗതിക്ക് ഏതെങ്കിലും ഒരു പോർട്ടലിൽ അല്ലെങ്കിൽ ഒരു വെബ്സൈറ്റിൽ എൻ്റർ ചെയ്താൽ തന്നെ ദെയർ വിൽ ബി സെൽഫ് ആൻസറിങ് പാറ്റേൺഡ് ക്വസ്റ്റ്യനെയർ. നമ്മൾ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ നമ്മൾ അടിച്ചു കൊടുത്താൽ അവർ ഡയറക്റ്റ്ലി പോർട്ടലിൽ തന്നെ അവരെന്ത് ചെയ്യുന്നുണ്ട്? അവർ നമുക്ക് റെസ്പോൺസ് തരാനായിട്ട് തുടങ്ങും. സോ സച്ച് ആർ സർട്ടൻ കൈൻഡ് ഓഫ് ആക്ടിവിറ്റീസ്. ആൻഡ് വാട്ട് ഈസ് ദ സ്കോപ്പ് ഓഫ് ഇ-മാർക്കറ്റിംഗ്? ഇ-മാർക്കറ്റിങ്ങിൻ്റെ സ്കോപ്പ് എന്താണ്? ഇൻ്റർനെറ്റ് മാർക്കറ്റിംഗ്. ഇൻ്റർനെറ്റിൻ്റെ സഹായത്തോടു കൂടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഓൺലൈൻ മാർക്കറ്റിംഗ് ആയിരിക്കാം, അല്ലാതെ സൈബർ മാർക്കറ്റിംഗ് ആയിരിക്കാം, വെർച്വൽ മാർക്കറ്റിംഗ് ആയിരിക്കാം. എവിടെ പോസിബിളാണ്? നമുക്ക് ഇ-മാർക്കറ്റിംഗ് കൊണ്ട് പോസിബിളാണ്. പിന്നെ വരുന്നതാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ്. ഇറ്റ് സിംപ്ലി റെഫേഴ്സ് ടു അച്ചീവിംഗ് ഒബ്ജക്റ്റീവ്സ് ത്രൂ അപ്ലൈയിങ് ഡിജിറ്റൽ ടെക്നോളജീസ് സച്ച് ആസ് വെബ്സൈറ്റ്, ഇമെയിൽ, എക്സെട്ര.
അതായത് നമ്മൾ വെബ്സൈറ്റിൻ്റെ അല്ലെങ്കിൽ ഡിജിറ്റൽ ടെക്നോളജി യൂസ് ചെയ്യുന്ന ടെക്നിക്സ്, അതായത് വയർലെസ് ആക്ടിവിറ്റീസ് ത്രൂ മൊബൈലോ അല്ല കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു മീഡിയം ത്രൂവോ ടെലിവിഷൻ ത്രൂവോ കേബിൾ ത്രൂവോ സാറ്റലൈറ്റ് ത്രൂവോ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഡിജിറ്റലി ഇൻഫർമേഷൻസ് പാസ് ചെയ്യുന്നുണ്ട്. അതിന് നമ്മൾ എന്താ പറയുക, ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. പിന്നെ വരുന്നതാണ് സെർച്ച് എൻജിൻ മാർക്കറ്റിംഗ് ഓർ സെം. സെർച്ച് എൻജിൻ മാർക്കറ്റിംഗ് ഓർ സെം എന്ന് വെച്ചാൽ ബൈ യൂസിങ് കീവേഡ്സ്, ഏതെങ്കിലും എന്താ പറയുക കീവേഡ്സ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മാർക്കറ്റിംഗ് ചെയ്യാനായിട്ട് പറ്റും. ദാറ്റ് ഈസ് നോൺ ആസ് സെം മാർക്കറ്റിംഗ്. ദെൻ വരുന്നതാണ് ഇമെയിൽ മാർക്കറ്റിംഗ് ഈസ് ഓൾസോ സെപ്പറേറ്റഡ്ലി എക്സിസ്റ്റിംഗ്. അതായത് ഇറ്റ് റെഫേഴ്സ് ടു സെൻഡിങ് ഇമെയിൽസ് ടു ദ കസ്റ്റമേഴ്സ് ആൻഡ് പ്രോസ്പെക്ട്സ് ബൈ ദ ഓർഗനൈസേഷൻ വിത്ത് ദ വ്യൂ ടു പ്രൊമോട്ട് ഇറ്റ്സ് പ്രൊഡക്ട്സ് ആൻഡ് സർവീസസ്. ഒരു ഓർഗനൈസേഷനിലെ പ്രൊഡക്റ്റോ സർവീസസോ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഓർഗനൈസേഷൻ എന്ത് ചെയ്യാണ്, തെർലി അല്ലെങ്കിൽ ഫ്രീക്വൻ്റ്ലി അവരെന്ത് ചെയ്യും, ഇമെയിൽസ് സെൻഡ് ചെയ്യാറുണ്ട്. ദാറ്റ് ഈസ് കമേഴ്ഷ്യലി മെസ്സേജസ് ഓഡിയൻസിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ വരുന്നതാണ് വൈറൽ മാർക്കറ്റിംഗ്. ഇറ്റ് റെഫേഴ്സ് ടു വേർഡ് ഓഫ് മൗത്ത് മാർക്കറ്റിംഗ് ത്രൂ ഇലക്ട്രോണിക് മീഡിയാസ് or channels like email, internet, etc. It is an internet version of word of mouth marketing. നമ്മൾ ലാസ്റ്റ് ചാപ്റ്ററിൽ വേർഡ് ഓഫ് മൗത്ത് മാർക്കറ്റിംഗ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരാളുടെ വായിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം, ഡയറക്റ്റ് ആയുള്ള റെസ്പോൺസ് പിക്ക് ചെയ്തിട്ട് അത് ഏതെങ്കിലും ഒരു മാനറിൽ ഇമെയിലിലോ വീഡിയോ മെസ്സേജായിട്ടോ ഓഡിയോ മെസ്സേജായിട്ടോ അല്ലെങ്കിൽ ഇൻ്റർനെറ്റിൽ ടി വിയിലോ ഒക്കെ നമ്മൾ എന്ത് ചെയ്യാണ്, അവരുടെ നേരിട്ടുള്ള എക്സ്പീരിയൻസ് അതിനെക്കുറിച്ച് ഷെയർ ചെയ്തുകൊണ്ട് വൈറൽ മാർക്കറ്റിംഗ് ചെയ്യാറുണ്ട്. പിന്നെ വരുന്നതാണ് ടെലി ഷോപ്പിംഗ്. ആസ് യു ഓൾ നോ, ടെലിവിഷൻ ത്രൂ നമ്മൾ എന്ത് ചെയ്യണം, ഒരു ഹോസ്റ്റ് ഉണ്ടായിരിക്കും, ഒരു ഇൻഡിവിജ്വൽ ഉണ്ടായിരിക്കും, ആ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ചിട്ട് അവർ ത്രൂ ഔട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ടായിരിക്കും, ഹൗ ടു യൂസ് ഇറ്റ്, ഹൗ ടു ഡു ഇറ്റ് എന്നൊക്കെ. പിന്നെ വരുന്നതാണ് ബ്രാൻഡിങ്. ഇൻ്റർനെറ്റ് ബ്രാൻഡിങ് ഇസ് ഓൾസോ റെഫേർഡ് ടു ആസ് ഓൺലൈൻ ബ്രാൻഡിങ്. Online branding is a brand management technique that is used in world www and social media channels as of what brand നമ്മൾ ഏതെങ്കിലും ഒരു കൺസെപ്റ്റ് ത്രൂ അല്ലാതെ കഴിഞ്ഞാൽ ഇൻ്റർനെറ്റ് ത്രൂ നമ്മൾ ചെയ്യുകയാണെങ്കിൽ അതിൽ നമുക്ക് എന്താ പറയുക, ബ്രാൻഡിങ് എന്ന് പറയാനായിട്ട് സാധിക്കും. പിന്നെ വരുന്നതാണ് അഡ്വർടൈസിങ്. ഇഫ് an advertising is done with the help of internet or internet advertising use what promotional activities through the help of internet. പിന്നെ വരുന്നതാണ് അഡ്വാൻറ്റേജസ്. വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ്? സെയിൽസ് ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് കൂടും. എന്തൊക്കെയാണ് അഡ്വാൻറ്റേജസ്? സെയിൽസ് ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് കൂടും. ഇറ്റ് ഹെൽപ്സ് ദ ഫേംസ് ടു ഹാവ് ആക്സസ് ടു നമുക്ക് ഫേംസിന്, നമ്മൾ മാർക്കറ്റ് ചെയ്യുന്ന ഫേംസിനായാലും അല്ലെങ്കിൽ ഈവൻ സപ്ലയേഴ്സ് ആയാലും അവർക്ക് ഗ്ലോബൽ മാർക്കറ്റിലേക്കുള്ളൊരു എൻട്രിയാണ് മാർക്കറ്റിംഗ് ത്രൂ ഉണ്ടായിരിക്കുക. ദെൻ വാട്ട് എക്സ്ചേഞ്ച് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ഓർ ഇൻഫർമേഷൻ വാട്ട് ഇസ് വെരി ക്വിക്ക്. നമ്മൾ ഒരു ഡിസിഷൻ, ഒരു കസ്റ്റമറിനെ നമ്മൾ നേരത്തെ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞ പോലെ അല്ലെങ്കിൽ ലാസ്റ്റ് ചാപ്റ്ററിൽ പറഞ്ഞ പോലെ പ്രോസ്പെക്റ്റ് ചെയ്ത് അപ്രോച്ച് ചെയ്ത് ഒരു കസ്റ്റമറിൻ്റെ അടുത്ത് പോയി മെൻറ്റർ ചെയ്ത് അല്ലെങ്കിൽ അവരുടെ റിയാക്ഷൻസും റിപ്ലൈസും അറിഞ്ഞ് ഒരാളെ ഒരു കസ്റ്റമറിനെ, ഒരു പ്രോസ്പെക്റ്റിനെ കസ്റ്റമറാക്കി കൺവേർട്ട് ചെയ്യാനായിട്ട് ഒരുപാട് പ്രോസസ്സും ഒരുപാട് ടൈം കൊടുക്കും. പക്ഷേ ഇൻ്റർനെറ്റ് മാർക്കറ്റിംഗ് അല്ലെങ്കിൽ ഇലക്ട്രോണിക് മീൻസ് ത്രൂ ഉള്ള മാർക്കറ്റിംഗ് ആകുമ്പോൾ ദർ ഈസ് എ ക്വിക്ക് കൈൻഡ് ഓഫ് transformation from prospect to a customer. Then it facilitates customized and personalized transactions or services to the customer. നമുക്ക് കസ്റ്റമറെ എളുപ്പത്തിൽ എന്ത് ചെയ്യാൻ പറ്റും, ഫെസിലിറ്റേറ്റ് ചെയ്യാൻ പേഴ്സണലൈസ്ഡ് ട്രാൻസാക്ഷൻസ് ഒക്കെ സാധ്യതയുണ്ട് ഇതിൽ. ദെൻ വാട്ട് ഇറ്റ് എൻഷുവേഴ്സ് ആക്യുറസി ഓഫ് ഇൻഫർമേഷൻ ദാറ്റ് ബിറ്റ്വീൻ ദ ഇൻഫർമേഷൻ എക്സ്ചേഞ്ച് ബിറ്റ്വീൻ പാർട്ടി. എന്തൊക്കെ ഇൻഫർമേഷൻസ് ആണോ നമ്മൾ പാസ് ചെയ്യുന്നത് അത് എൻഷുർ ചെയ്യുന്നുണ്ട്. It always ensures the accuracy of information. So these are what advantages of e-marketing. പിന്നെ വരുന്നതാണ് ഡിസഡ്വാൻറ്റേജസ്. നമുക്ക് എപ്പോഴും ഇൻഫർമേഷന് സെക്യൂരിറ്റി ഉണ്ടെന്ന് പറയാനായിട്ട് സാധിക്കില്ല. ദാറ്റ് ഈസ് എ മെയിൻ ഡിസഡ്വാൻറ്റേജ്. ദെൻ ഷോർട്ടേജ് ഓഫ് സ്കിൽഡ് ടെക്നിക്കൽ സ്റ്റാഫ്. നമുക്ക് അത്യാവശ്യം കമ്പ്യൂട്ടർ നോളജ് ഉള്ള സ്റ്റാഫ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് ഇത്തരത്തിലുള്ള ഇൻഫർമേഷൻ നമുക്ക് പാസ് ചെയ്യാൻ പറ്റുള്ളൂ. ആൻഡ് സെറ്റപ്പ് ആൻഡ് മെയിൻ്റനൻസ് കോസ്റ്റ് ഈസ് വെരി ഹൈ. ഇങ്ങനൊരു സിസ്റ്റം നമ്മൾ കൊണ്ടുവരാനും അതിനെ നമ്മൾക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാനും എളുപ്പമല്ല, അത്രയ്ക്കധികം എളുപ്പമല്ല. ഇറ്റ് ഇൻകേഴ്സ് എ ഹ്യൂജ് കോസ്റ്റ്. സംടൈംസ് ഇൻഫർമേഷൻ ഈസ് മിസ്ലീഡിങ് ഓൾസോ. നമുക്ക് തരുന്ന ഇൻഫർമേഷൻ ആക്യുറേറ്റ് ആയിരിക്കാം, പക്ഷേ ഇറ്റ് ക്യാൻ ബി എ കൈൻഡ് ഓഫ് മിസ്ലീഡിങ് മെസ്സേജ് ഓൾസോ. സോ ദീസ് ആർ സർട്ടൻ തിങ്സ് വിച്ച് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ദെൻ വാട്ട് ഇനി നമുക്ക് പഠിക്കാനായിട്ടുള്ളത് സാധാരണ മാർക്കറ്റിംഗ് മാർക്കറ്റിംഗ് തമ്മിലുള്ള ഡിഫറൻസ് ആണ്. കൺസിഡർ
ഇറ്റ് ഈസ് ദ മാർക്കറ്റിംഗ് ത്രൂ വിച്ച് ട്രഡീഷണൽ ഡിവൈസസ് ഇസ് ഡൺ. നമ്മൾ സാധാരണ മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസ് എന്താണ്, കൂടുതലും ട്രഡീഷണൽ ആക്ടിവിറ്റീസാണ് അതിൻ്റെ ഉള്ളിൽ ഉണ്ടായിരിക്കുക, അല്ലെങ്കിൽ ഡിവൈസസാണ് ഉണ്ടാവുക. ഇതിലെങ്ങനെയാണ് ഇൻ്റർനെറ്റും വെബും ഇമെയിലും ഒക്കെയാണ് ഇതിലുണ്ടായിരിക്കുക. ദെൻ ഇൻട്രാക്ഷൻ വിത്ത് ദ കസ്റ്റമേഴ്സ് എങ്ങനെയായിരിക്കും? ഇറ്റ് വിൽ ബി ലിമിറ്റഡ് ഇൻട്രാക്ഷൻ ആയിരിക്കും കസ്റ്റമേഴ്സും മാനുഫാക്ചർ അല്ലെങ്കിൽ കമ്പനിയും തമ്മിൽ. നേരെ മറിച്ച് ഇത്തരത്തിലൊരു കൺസെപ്റ്റ് ആകുമ്പോൾ, അതായത് ഈ മാർക്കറ്റിംഗ് കൺസെപ്റ്റ് ആകുമ്പോൾ ദർ ഇസ് എ ഹൈ കൈൻഡ് ഓഫ് ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ ദ കസ്റ്റമർ ആൻഡ് ദ ഫേം. Then transaction cost is very high in traditional marketing and transaction cost is very low in e-marketing. Cost of collection of marketing information is very high. നമ്മൾ മാർക്കറ്റിലെ ഇൻഫർമേഷൻ്റെ കളക്ട് ചെയ്യുന്ന കോസ്റ്റ്, അല്ലെങ്കിൽ ആ ഇൻഫർമേഷൻ കളക്ട് ചെയ്യുമ്പോൾ നമുക്ക് റിസർച്ച് തന്നെ ചെയ്യേണ്ടി വരും. ദാറ്റ് ഇസ് വെരി ഹൈ. ദെൻ കോസ്റ്റ് ഓഫ് കളക്ഷൻ ഓഫ് ഇൻഫർമേഷൻ ഇസ് വെരി ലോ. നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു ഇൻസ്റ്റലേഷൻ കോസ്റ്റ് മാത്രമേ എന്തിനു വരുള്ളൂ, ഈ മാർക്കറ്റിങ്ങിന് വരുള്ളൂ. പക്ഷേ അത് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാലുള്ള കോസ്റ്റ് എന്താണ്, വളരെ കുറവാണ്. കസ്റ്റമറിനെ ടാർഗറ്റ് ചെയ്യുന്ന ഏരിയ എന്താണ്, കസ്റ്റമറിനെയാണ് നമ്മൾ ടാർഗറ്റ് ചെയ്യണത്. ഹിയർ ഈ മാർക്കറ്റിംഗ് ആകുമ്പോൾ നമ്മൾ കസ്റ്റമറിനെ ഒരു പാർട്ട്ണറെ പോലെയാണ് കണക്കാക്കിയിട്ട് കാര്യങ്ങൾ ഡെലിവറി ചെയ്യണം. ദെൻ സാധാരണ ട്രഡീഷണൽ മാർക്കറ്റിങ്ങിൽ ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ സെഗ്മെൻറ്റേഷൻ. നമ്മൾ മാർക്കറ്റിനെ സെഗ്മെൻറ്റ് ചെയ്തതനുസരിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, ആക്ടിവിറ്റീസ് ചെയ്യുക. ഇറ്റ് ഈസ് ബേസ്ഡ് നൗ ഈ മാർക്കറ്റിംഗ് ഈസ് ബേസ്ഡ് ഓൺ കമ്മ്യൂണിറ്റീസ്. നമ്മൾ ഏതൊക്കെ വെബ്സൈറ്റിലാണോ ഫ്രീക്വൻ്റ്ലി കയറുന്ന ആ കമ്മ്യൂണിറ്റിക്കാണ് ഏറ്റവും കൂടുതൽ കിട്ടുക. അല്ലാതെ എല്ലാവർക്കും ഒന്നും എന്ത് സെഗ്മെൻറ്റഡ് മാർക്കറ്റിനത് കിട്ടണമെന്ന് യാതൊരു നിർബന്ധമില്ല. ഇറ്റ് ഈസ് നോട്ട് സെഗ്മെൻറ്റഡ്, ഇറ്റ് ഈസ് കമ്മ്യൂണിറ്റീസ്. ദെൻ വാട്ട്, ദർ ഇസ് എ ഫിസിക്കൽ മാർക്കറ്റ്. നമ്മൾ ഒരു സാധാരണ ട്രഡീഷണൽ മാർക്കറ്റ് ആകുമ്പോൾ ദർ വിൽ ബി എ ഫിസിക്കൽ മാർക്കറ്റ് ദർ വിച്ച് ഈസ് എക്സിസ്റ്റിംഗ്. ഹിയർ എ വെർച്വൽ മാർക്കറ്റ് പ്ലേസ് ഈസ് എക്സിസ്റ്റിംഗ് വേർ ഇറ്റ് ഈസ് നോട്ട് ആക്ച്വൽ ബട്ട് ഇറ്റ് ഈസ് ആക്ച്വൽ. സോ ഇ കോമേഴ്സിൻ്റെ അഡ്വാൻറ്റേജ് എന്തായിരിക്കാം? ഇ കോമേഴ്സ് ഇറ്റ് ഹാസ് ആൻ ഇൻക്രീസ് പൊട്ടൻഷ്യൽ മാർക്കറ്റ് ഷെയർ. ദെൻ ഇറ്റ് ഈസ് ഈസി ടു എക്സ്പാൻഡ് ദ മാർക്കറ്റ് വിത്ത് മിനിമം ക്യാപിറ്റൽ ഔട്ട്ലേ. മിനിമം ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് മാർക്കറ്റിലേക്ക് എൻട്രി ചെയ്യാനായിട്ട് സാധിക്കും. ദാറ്റ് ഫോർ ഇറ്റ് പ്രൊക്യൂർസ് മെറ്റീരിയൽസ് ആൻഡ് സർവീസസ് ത്രൂ അതർ കമ്പനീസ്. ആക്ച്വലി അവരുടെ പ്രൊഡക്റ്റ് ആവണമെന്നില്ല, ദി ക്യാൻ എൻഷുർ ഓർ പ്രൊക്യൂർ മെറ്റീരിയൽസ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് അതർ കമ്പനീസ്. ദെൻ വാട്ട്, ഇറ്റ് മേക്സ് ദ പ്രൊഡക്ട്സ് ഇൻ എ ചീപ്പർ ആൻഡ് വെൻഡേഴ്സ്. നമുക്ക് എളുപ്പത്തിൽ എന്ത് ചെയ്യാൻ പറ്റും, ഡിസ്ട്രിബ്യൂഷൻ ചാനൽ കോസ്റ്റ് കുറവാണ്. അതേപോലെ തന്നെ മേക്സ് എ പ്രൊഡക്റ്റ് ചീപ്പർ ഓൾസോ. പ്രൊഡക്റ്റിൻ്റെ കോസ്റ്റ് വളരെ കുറയ്ക്കാൻ പറ്റും. ഇറ്റ് ഇൻക്രീസസ് വെൻഡേഴ്സ് പ്രോഫിറ്റ്, വെൻഡറിൻ്റെ പ്രോഫിറ്റ് കൂട്ടാനായിട്ട് സാധിക്കും. ദെൻ ഇറ്റ് ഓവേഴ്സ് 24/7 ബിസിനസ്. 24/7 ബിസിനസ് മീൻസ് 24 മണിക്കൂർ, 7 ദിവസത്തിൽ 24 മണിക്കൂറും എന്ത് അവൈലബിൾ ആണ്, ഇത്തരത്തിലുള്ള ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ ഇ കോമേഴ്സ് ആക്ടിവിറ്റീസ് അവൈലബിൾ ആണ്. ദെൻ ഇറ്റ് സേവ്സ് ടൈം, മണി ആൻഡ് എഫേർട്ട് ഓൾസോ. ഇറ്റ് സേവ്സ് സമയം, പൈസ, നമ്മളെടുക്കുന്ന എഫേർട്ട്, ദാറ്റ് ഈസ് ബീൻ സേവ്ഡ്. ആൻഡ് പ്രൊവൈഡ്സ് മോർ ചോയ്സസ്. നമുക്ക് ഒരുപാട് ചോയ്സസ് അല്ലെങ്കിൽ ഒരുപാട് വൈഡ് റേഞ്ച് ഓഫ് പ്രൊഡക്ട്സ് നമുക്ക് എവിടെ അവൈലബിൾ ആണ്, ഇ കോമേഴ്സിൽ. പ്രൈസ് ആൻഡ് ദ പ്രൊഡക്റ്റ് കമ്പാരിസൺ ഇസ് വെരി ഇറ്റ് ഈസ് വെരി കമ്പാരിസൺ ഉണ്ടായിരിക്കും. ഒരു പ്രൊഡക്റ്റ് മാത്രമൊന്നുമല്ല ഉണ്ടാവുക, ഇറ്റ് വിൽ ബി ഹാവിങ് 3 to 4 products.